എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും വളരെ വിശദമായി പോയതുകൊണ്ട് ആ കഥകളെക്കുറിച്ച് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസരം. എനിക്ക് ശ്രീവത്സൻ മാഷെ 30 വർഷമായിട്ട് അറിയാം. പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ, കാര്യവട്ടം ക്യാമ്പസിൽ PG ചെയ്യുന്ന സമയത്ത് HK സന്തോഷ് അവിടെ ഗവേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീവത്സൻ മാഷും സന്തോഷം ഒരുമിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പഠിച്ചതാണ്. അന്ന് MA പഠിക്കുമ്പോഴാണ് ശ്രീവത്സൻ മാഷ് ഈഡിപ്പസേന്ദ്രം എന്ന് പറയുന്ന പുസ്തകം പുറത്തിറക്കുന്നത്. അത്ഭുതകരമായൊരു പുസ്തകമാണ്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് സന്തോഷം ശ്രീവത്സൻ മാഷും കൂടെ ഈ JRF എഴുതാൻ വേണ്ടി ഉണ്ടാക്കിയ വലിയ നോട്ട് പുസ്തകങ്ങളുണ്ട്, വെള്ളപ്പൊതിയൊക്കെ ഇട്ടുള്ള നോട്ട് പുസ്തകങ്ങൾ. അപ്പം ഞാനത് UGCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് HK സന്തോഷ് ഈ നോട്ട് പുസ്തകങ്ങളെല്ലാം കൂടെ എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്നു. അതിൽ ശ്രീവത്സൻ മാഷുടെ നല്ല മനോഹരമായ കൈപ്പടയൊക്കെയുള്ള അതിനകത്ത് പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ശ്രീവത്സൻ മാഷെ ആദ്യമായിട്ട് അറിയുന്നത്. പിന്നീട് കഥാപുസ്തകങ്ങൾ വന്നു, നിസ്സാരോപദേശ കഥകൾ 2005 വന്ന കഥകളൊക്കെ വരുന്നു. നല്ല ഓർമ്മയുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു കഥ കോലം വരച്ചിട്ട് ആ കോലമൊക്കെ ചിത്രണം ചെയ്തിട്ടുള്ള കഥകളൊക്കെ ആയിരുന്നു. അങ്ങനെ വായിച്ചാണ് എനിക്ക് ശ്രീവത്സൻ മാഷെ പരിചയം. പിന്നീട് ഈ പുസ്തകം ആക്ച്വലി ഇത് DC ചെയ്യേണ്ടുന്നൊരു പുസ്തകമാണ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം സന്തോഷം വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ശ്രീവത്സൻ്റെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഓക്കെ. അപ്പം തന്നെ പറഞ്ഞു. ശ്രീവത്സൻ മാഷ് വിളിച്ചു, മാറ്റർ അയച്ചു വന്നു, പുസ്തകമാക്കി. തോലിൽ സുരേഷ് അതിൻ്റെ കവർ ചെയ്തു. മനോഹരമായ കഥകളാണ്, മനോഹരമായ പുസ്തകമാണ്. ഇവിടെ എല്ലാവരും KC മാഷ് അടക്കം പറഞ്ഞതുപോലെ ഭാഷയുടെ ഒരു കൃത്യത വളരെ പ്രധാനം. ഒരു വാക്ക് പോലും നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിവെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇടശ്ശേരി പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അതായത് ഞാൻ തടി പിടിക്കുന്ന ആനയെക്കുറിച്ചൊരു കവിത എഴുതുമ്പോൾ ആ കവിതയിൽ ഞാൻ ഗജം എന്നോ കരി എന്നോ ഉപയോഗിക്കില്ല, ഹസ്തി എന്നേ ഉപയോഗിക്കും. തടി പിടിക്കുന്ന ആനയ്ക്ക് അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് തുമ്പിക്കൈക്കാണ്. അപ്പോൾ ആ ആനയെക്കുറിച്ച് ആ കവിത എഴുതുമ്പോൾ ഞാൻ ആന എന്ന് പറയുന്ന പദത്തിന് പറഞ്ഞ ഹസ്തി എന്നേ ഉപയോഗിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഇതേപോലെ ഈ ചിന്താവർഷ സീത എന്ന കവിതയിൽ ഒരു വരിയുണ്ട്. രവി പോയി മറഞ്ഞതും ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി അറിഞ്ഞതില്ല അവിടെ തനിയെ ഇരിപ്പതും എന്ന ശ്ലോകം എഴുതുന്ന സമയത്ത് കുറെ ആളുകൾ ആശാൻ ഉപദേശിച്ചു ഈ രവി എന്ന വാക്കിന് പകരം സൂര്യന്റെ വേറൊരു പദം ഉപയോഗിക്കുന്നല്ലേ, ഭാസ്കരനോ ഭാനുമാനിയോ ദിവാകരനോ, അങ്ങനെ കുറേ പദങ്ങൾ. അപ്പോൾ ആശാൻ പറഞ്ഞു എനിക്കൊന്നും കിട്ടുന്നില്ല, ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കൂ. ഈ രവി എന്ന പദത്തിന് പകരം നിങ്ങൾ വേറൊരു പദം എടുത്തുനിന്ന് ഈ വൃത്തഭംഗം വരാതെ എടുത്ത് ഉപയോഗിച്ച് നോക്കി. അങ്ങനെ ആളുകളെല്ലാം ഇങ്ങനെ ഈ സൂര്യൻ എന്ന ഈ രവി എന്ന പദത്തിന് പകരം പദം അന്വേഷിച്ച് അവർ വശം കിട്ടു. അത് പറ്റില്ല, ഇത് തന്നെയാണ് ശരിയെന്ന്. അപ്പോഴാണ് ആളുകൾ സൂക്ഷ്മമായി അന്വേഷിക്കുന്നത്. രവി എന്ന പദത്തിന് അസ്തമിക്കുന്ന സൂര്യൻ എന്നാണ് അർത്ഥം. അവിടെ ഈ സൂര്യാസ്തമയം നടന്നിട്ട് സീത ഭൂമിയിലേക്ക് ആഴ്ന്നു പോകാൻ പറ്റുന്ന സന്ദർഭത്തിലാണ് സൂര്യൻ അസ്തമിച്ച ആ സന്ധ്യയിലാണ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ ഒരു മൂലയിൽ പോയിരുന്നിട്ട് സീത അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത്. അപ്പോൾ ആ പദം എടുത്ത് മാറ്റാൻ പറ്റില്ല. ഞാൻ ഉദാഹരണം പറയുന്നത് ഇത് ശ്രീവത്സൻ മാഷുടെ കഥകളുടെ ഒരു പ്രത്യേകത. ഭാഷയുടെ ഏറ്റവും സൂക്ഷ്മമായ, അത് ഏത് കഥ എടുത്ത് നോക്കും. ഇപ്പോൾ K.P. സാറ് വായനയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് ഒന്നും കുഴിച്ചെടുക്കാൻ നിന്നിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അത് ശൂന്യതയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് നിറച്ചു കൊടുക്കണമെന്നാണ്. നിങ്ങളുടെ വായന ഒഴിഞ്ഞൊരു കുടത്തെ നിറച്ചു കൊടുക്കണം. അതായത് പുസ്തകത്തിലെല്ലാം അടുക്കി ഒതുക്കി പറഞ്ഞു വെച്ചിരിക്കുന്നു, അതിൽ നിന്നെല്ലാം നിങ്ങൾ വ്യാഖ്യാനം ചെയ്തെടുക്കുക എന്ന് പറയുന്ന ആ വായന തെറ്റാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ധാരാളം സംഗതികൾ നിറച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ്.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ശ്രീവത്സമോഷ്ടെ കഥ വായിക്കുമ്പോൾ, ഇപ്പോൾ ക്ലൗഡ് മെസ്സഞ്ചർ എന്ന് പറയുന്ന കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേഡ്സ്വർത്തിന്റെ കവിത വായിക്കേണ്ടി വരും. ഐ വാണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്ന് പറയുന്ന വരികൾ ഉൾപ്പെടെയുള്ള റെഫറൻസ് അവിടെ വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ എം.പി. ശങ്കുണ്ണി നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവർ കിട്ടിയ കാളിദാസനെ കുറിച്ചുള്ള ചത്രവും ചാമരവും എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ടി വരും. അത് അത്ഭുതകരം. അതേപോലെ നിങ്ങൾക്ക് ഈ വിമാനത്തെ സംബന്ധിച്ചുള്ള, അതിൻ്റെ ഏവിയേഷനെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ കഥയിലേക്ക് കടക്കാൻ പറ്റില്ല. യാതനാ ശരീരം എന്ന് പറയുന്ന കഥ എടുക്കുമ്പോൾ അവിടെ ഗരുഡപുരാണം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ റെഫറൻസ് വരുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിങ് വരുവാണ്. നിങ്ങൾക്ക് ആ ഗരുഡപുരാണത്തിൻ്റെ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ കഥയിലേക്ക് കടക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രീവത്സം മാഷ്ടെ കഥയുടെ വായന ഒട്ടും ഈസിയായ ഒരു കാര്യമല്ല. നിങ്ങൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും. നമ്മൾ പൊതുവെ നമ്മുടെ മലയാളികളുടെ ഇപ്പം വായനയൊക്കെ പണിയെടുക്കുമ്പോൾ ഈ സന്തോഷിൻ്റെ കഥകളുടെ ഒക്കെ ഭയങ്കര, ഞാനിടയ്ക്ക് സന്തോഷിൻ്റെ പറഞ്ഞു ഈ മാർക്കേസിൻ്റെയൊക്കെ കഥകളിൽ വരുന്ന ഒരു മാർക്കേസിൽ, മലയാളത്തിലെ മാർക്കേസിനാണ് സന്തോഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് പറയും, ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കാര്യങ്ങൾ പോകേണ്ടി വരും. ഇപ്പോൾ പിന്നെ എഴുത്ത് എന്ന് പറയുന്നത് അതൊരു എഴുതാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആളുകൾക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയോ ചെയ്യുന്നൊരു പണിയായിരിക്കില്ല. മറിച്ച് എഴുത്ത് അവരുടെ സ്വത്വത്തിൻ്റെ ആവിഷ്കാരമാണ്. ഇപ്പോൾ സ്റ്റീഫൻ ഫെൻഡർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവി മുമ്പ് ഇന്ത്യയിൽ വന്ന സമയത്ത് ഡൽഹിയിലെ പത്രപ്രവർത്തകരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഫെൻഡറോട് ചോദിക്കുന്നത്, എന്താണ് കവിത നിങ്ങൾക്ക് നൽകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് കുറച്ചു നേരം ഉണ്ട്. അതിന് സ്റ്റീഫൻ ഫെൻഡർ പറയുന്നു, ആത്മഹത്യാ മുനമ്പിൽ നിന്ന് എന്നെ വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നത് കവിതയാണ്. കവിത കൊണ്ടുള്ളൊരു ഗുണമാണ്. അതുമാതിരിയാണ് നമുക്ക് നമ്മുടെ ഈ എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാറി നിൽക്കുക എന്ന് പറയും. ചിലപ്പോൾ ഈ പറയുന്ന പോലെ എഴുത്തുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലെന്ന് പറയും. ഇപ്പം നേരത്തെ സന്തോഷം സൂചിപ്പിച്ച J.D. സലിഞ്ചർ എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരനുണ്ട്. ഒരു പുസ്തകം എഴുതിയിട്ട് 50 വർഷം പോയി ഒളിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് വരുമ്പോൾ കോടതിയിൽ സാക്ഷി പറയാൻ വേണ്ടി മാത്രം പുറം ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയാണ് പിന്നീട് ചാർലി ചാപ്ലിൻ കല്യാണം കഴിക്കുന്നത്, ഉർസുല എന്ന് പറഞ്ഞിട്ട്. J.D. സലിഞ്ചറിൻ്റെ ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം പ്രസിദ്ധമാകുന്നത്, അത് ഞാൻ അനുഷ്ഠിക്കുകയെ പറയുന്നതാണ്, ഈ ജോൺ ലെനൻ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ബീറ്റിൽസ് ഗായകന് ഡേവിഡ് ചാപ്മാൻ എന്ന് പറയുന്ന ഒരു വട്ടനായ 27-ാമത്തെ ദിവസം ചെറുപ്പക്കാർ വെടിവെച്ചു കൊല്ലുമ്പോൾ അയാളുടെ പോക്കറ്റിൽ ഒരു 16 വയസ്സുകാരനായ ഡേവിഡ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ തലതെറിച്ചൊരു ഒരു കുട്ടിയുടെ കഥയാണ് ഈ ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്നത്. അയാൾ ഈ ഡേവിഡ് ചാപ്മാൻ്റെ പോക്കറ്റിൽ ഈ ക്യാച്ചർ ഇൻ ദ റൈ എന്ന നോവൽ കിടക്കുന്നത്. അങ്ങനെയാണ് ഈ നോവൽ പെട്ടെന്ന് വരുന്നത്. ഈ എന്തിനാണ് വെടിവെച്ചു കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രശസ്തനാവാനാണ്. ഒരു വൈരാഗ്യമില്ല. ജോൺ ലെനനും ഡേവിഡ് ചാപ്മാനും തമ്മിൽ യാതൊരു തരത്തിലുള്ള വൈരാഗ്യമില്ല. ലോകത്തിന്റെ മുമ്പിൽ പ്രശസ്തനാവാൻ അയാൾ ചെയ്ത പണി ഈ പിന്നെ വെടിവെച്ചില്ല. ആ സമയത്ത് അയാളെ ആകർഷിച്ച ഈ ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്ന പോലെയാണ്. പിന്നീട് 27 വർഷത്തിന് ശേഷം അയാളെ ജയിലിൽ നിന്ന് പുറത്തുവിടുമ്പോൾ അയാൾ ഭയങ്കര അങ്ങനെ ചെയ്തു പോയത് തെറ്റായി പോയി എന്ന് പറയുന്നത്. നമുക്ക് ഈ എഴുത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചില ഡേവിഡ് ചാപ്മാൻ ചെയ്ത മാതിരി ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടുന്ന ചില ഗിമ്മിക്സ് ഒക്കെ കാണിക്കാം. പക്ഷെ അത് ഈ കേസ് നേരത്തെ പറഞ്ഞതുപോലെ ദീർഘകാലമായ എഴുത്ത് നിലനിൽക്കണമെന്നില്ല. മറിച്ച് അതിന് ചില പിന്നെ കുറെ ഹോംവർക്കുകൾ എഴുത്ത്. ഇപ്പോൾ ഭാഷ പഠിച്ചത്, എൻ്റെ നേരത്തെ കേസ് പറഞ്ഞതിൽ ഒരേ സമയത്ത് ലേഖനം എഴുതുമ്പോൾ കാണിക്കുന്ന അതിവിശാലമായ ഡേറ്റകൾ ശേഖരിക്കുന്നു. ഇതിനെ അടുക്കി വെച്ചിട്ട് കഥയാക്കി മാറ്റി അതിൻ്റെ ക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നു. ഇപ്പോൾ NS മാധവൻ പറഞ്ഞ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. പണ്ട് ഈ PGക്ക് കാര്യവട്ടത്ത് പഠിക്കുന്ന സമയത്ത് NS മാധവൻ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ NS മാധവന് TR കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. TR നിങ്ങളുടെ ജാസ്കനെ കൊല്ലരുത് പോലെയുള്ള, നാളെയുടെ നാണക്കേട് പോലെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയ TR. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം TRും NS മാധവനും കൂടി ഇരുന്നിട്ട് ശബ്ദധാരാവലി എടുത്തിട്ട് കുറേ വാക്കുകൾ വെട്ടിക്കളയണം. ഈ വാക്കുകൾ ഇനി നമ്മൾ നമ്മുടെ കഥയിൽ ഉപയോഗിക്കില്ല. വാക്കുകൾ വെട്ടിക്കളയണം. ഒരു തരത്തിലും
അത് ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുകയാണ്. അപ്പം ഭാഷ എങ്ങനെയാണ് ഒരു വലിയ കളിയായി മാറും. ഇത് എങ്ങനെയാണ് ഇത് എടുത്ത് അടുക്കി ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അസാധ്യമായതിനെ നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ കസാൻസാക്കിസ് 46-ാമത്തെ വയസ്സിൽ എഴുതി തുടങ്ങിയ ഒരാളാണ് കസാൻസാക്കിസ്. ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ 46-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സാഹിത്യം എഴുതാൻ തുടങ്ങുന്നത്. കസാൻസാക്കിസിന്റെ റിപ്പോർട്ട് ടു ഗ്രെക്കോ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഒരേ സമയത്തൊരു നോവലുമാണ്, അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ഒരു പുസ്തകം കൂടിയാണ്. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം രോഗബാധിതനകത്ത് മരണത്തിന്റെ വക്കിലെത്തിയ സമയത്ത് അദ്ദേഹം രാത്രിയിൽ അദ്ദേഹത്തിന്റെ മുത്തച്ഛനെ സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ വരുമ്പോൾ മുത്തച്ഛനോട് അദ്ദേഹം ചോദിക്കും, എനിക്ക് ഏറ്റവും വില പിടിച്ച ഒരു ഉപദേശം തരണം. അപ്പം മുത്തച്ഛൻ ആലോചിച്ചിട്ട് യു ഡു വാട്ട് യു ക്യാൻ എന്നാണ് പറയുന്നത്. നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്യുക. അപ്പം കസാൻസാക്കിസ് അങ്ങ് പള്ളി പറഞ്ഞാൽ മതി, ഈ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല, അത് ആർക്കും തരാൻ പറ്റുന്ന ഉപദേശമാണ്, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്ററായ ഒന്നുണ്ട്. അപ്പം മുത്തച്ഛൻ ഒരു അക്ഷരം കൂടി കൂട്ടിച്ചേർക്കും, യു ഡു വാട്ട് യു ക്യാൻ. നിനക്ക് ചെയ്യാൻ എന്താണോ കഴിയാതിരിക്കുന്നത് അത് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഓക്കെയാണ്. അപ്പം കസാൻസാക്കിസ് ഞാൻ എന്താ പിന്നെ ടൂൾസ് എടുത്ത് ഉപയോഗിക്കുക, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ ത്വക്ക്, അതായത് എൻ്റെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ലോകത്തെ മുഴുവൻ അറിയുകയും അവിടെ നിന്ന് അതിൽ നിന്ന് കിട്ടുന്ന സംഗതികൾ ഉപയോഗിച്ച് ഞാൻ ഇത് എഴുതാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഈ പുസ്തകം അടക്കം അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഈ ശവകുടീരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ വാചകമാണ്, ഐ ഹാവ് നോ ഹോപ്പ്, ഐ ഹാവ് നോ ഫിയർ, ദെൻ ഐ ആം ഫ്രീ. എനിക്ക് ആഗ്രഹങ്ങളോ എനിക്ക് സ്വപ്നങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു എന്നാണ്. ശ്രീവത്സ മാഷുടെ കഥകളെ കുറിച്ച് പറയുമ്പോൾ ഈ ഏതെങ്കിലും വെള്ളി വെളിച്ചത്തിൽ ചെന്ന് നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന തരത്തിൽ എഴുതിയിട്ട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നോ ആളുകൾ തന്നെ ഘോഷിക്കണമെന്നോ എല്ലായ്പ്പോഴും ഞാനിങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ശ്രീനിവാസൻ്റെ സമയം എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ കട്ടൗട്ട് എന്ന രീതിയിൽ ആളുകളുടെ വായനക്കാരുടെ മുമ്പിലേക്ക് എത്തി അങ്ങനത്തെ വായനയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിലേക്ക് കഥകളുമായി ചെല്ലണമെന്നൊരു ആഗ്രഹവുമില്ലാത്ത ഒരാളാണ് ഞാൻ. ആ കഥകളുടെ ഈ കഥ എങ്ങനെയാണ് ഈ വിഷയത്തിലേക്കൊക്കെ എങ്ങനെ, ഞാൻ നേരത്തെ കേസിലൂടെ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ, മലയാളം എന്നെ വിളിച്ചൊരു മനുഷ്യൻ വളരെ വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് ആഴത്തിലേക്ക് എങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ തലച്ചോറിലേക്ക് വന്നു വീഴുന്നതെന്ന് അത്ഭുതകരമായ അമ്പരം നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് കഥകൾ ഇഷ്ടമാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞ ലോഗോസിന് വലിയ അഭിമാനമുണ്ട്. അത് മാത്രം പങ്കുവെച്ചുകൊണ്ട് നിർത്തും. നമസ്കാരം.